ലല്ലു കൂടി ചേരുന്നു. ലല്ലു, 6 പതിറ്റാണ്ട് നീണ്ടു നിന്ന ഒരു കരിയറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തെ കുറിച്ച് മനു പറഞ്ഞപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ വേദികളായിരുന്നു. അന്താരാഷ്ട്ര വേദികൾ, നിരവധി അന്താരാഷ്ട്ര വേദികളിലടക്കം തിളങ്ങിയ പ്രതിഭ, ഒരു മാജിക്കൽ സ്റ്റേജ് തീർക്കുന്ന ഉസ്താദ് സക്കീർ ഹുസൈൻ അദ്ദേഹം വിട്ടുപോയിരിക്കുന്നു. എങ്ങനെ അദ്ദേഹത്തെ ഇപ്പോൾ ഓർക്കുന്നു? ഒരു വർഷം 150-ലധികം വേദികളിൽ അദ്ദേഹം തന്റെ പ്രകടനം നടത്തുമായിരുന്നു ആലോചിക്കാം. അതായത് ഈ 150 വേദികൾ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണ്. ഈ 150 വേദികളിൽ നിന്ന് ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്കുള്ള യാത്രാ സമയം ഒഴികെ ബാക്കി എല്ലാ സമയത്തും അദ്ദേഹം തന്റെ പ്രകടനങ്ങളുമായി സകല വേദികളിലും സജീവമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് 1-2 വർഷമല്ല എന്ന് ആലോചിക്കണം. ഏതാണ്ട് 7 പതിറ്റാണ്ട് നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ ഒരു സബരിക്കാണ് അവസാനമായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ അവസാനത്തെ 3 ഗ്രാമി അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കിയ സമയം ഈ വർഷം 2024 ഫെബ്രുവരിയിലാണ് ഈ 3 ഗ്രാമി അവാർഡുകൾ അദ്ദേഹം പങ്കാളിയാവുന്നത്. ഈ അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തുന്നത് ഒരു ജീവിതത്തിന്റെ അവസാന കാലത്ത് പോലും അദ്ദേഹം തന്റെ മേഖലയിൽ സജീവമായിരുന്നു. അദ്ദേഹത്തെ ഗ്രാമി അവാർഡ് പോലുള്ള അവാർഡുകൾ എത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോക സംഗീതത്തിൽ ഇന്ത്യ നാട്യ കൂടിയായിരുന്നു സക്കീർ ഹുസൈൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം അദ്ദേഹം കടന്നു ചെല്ലാത്ത സക്കീർ ഹുസൈന്റെ തബലയുടെ താളം കടന്നു ചെല്ലാത്ത വേദികൾ ലോകത്തില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതെല്ലാം രാജ്യങ്ങളിൽ, ഏതെല്ലാം മനുഷ്യർക്ക് മുന്നിൽ, ഏതെല്ലാം തരത്തിലുള്ള ആസ്വാദകർക്ക് മുന്നിൽ അദ്ദേഹം തന്റെ സംഗീതം, തന്റെ താളം അവതരിപ്പിച്ചിരിക്കുന്നു. ലോകത്തെ ഏറ്റവും പ്രശസ്തരായ കലാകാരന്മാരൊപ്പം വേദി പങ്കിടാൻ അദ്ദേഹം സമയം കണ്ടെത്തി. അതിൽ തന്നെ ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് പോകുമ്പോൾ അവിടെ എന്തെല്ലാം വ്യത്യസ്തത കൊണ്ടുവരാൻ കഴിയും എന്ന ആലോചനയായിരുന്നു നിരന്തരം സക്കീർ ഹുസൈൻ എന്ന സംഗീതജ്ഞനെ മുന്നോട്ട് നയിച്ചത്. ലോക പ്രശസ്ത കലാകാരന്മാർ, ഇന്ത്യയിൽ തന്നെ മറ്റ് ഉപകരണ സംഗീതത്തിൽ വിദഗ്ധരായ മനുഷ്യർക്കൊപ്പം വേദി പങ്കിടാൻ അദ്ദേഹം പ്രത്യേകം സമയം കണ്ടെത്തി. ഇപ്പോൾ ഹരിപ്രസാദ് ചൗരശിയായാലും എൽ സുബ്രഹ്മണ്യായാലും മറ്റുള്ള സംഘടനകുട്ടിയായാലും പെരുമലക്കുട്ടന്മാരായാലും അങ്ങനെ മറ്റ് ഉപകരണ സംഗീതത്തിൽ വിദഗ്ധരായ മനുഷ്യരുമായി വേദി കണ്ടെത്തുന്നു, വേദി പങ്കിടുന്നു, ബാൻഡുകൾ രൂപീകരിക്കുന്നു, ഫ്യൂഷൻ ലോകത്ത് വിസ്മയങ്ങൾ തീർക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന്റെ സോളോ പെർഫോമൻസുകൾക്ക് അപ്പുറത്തേക്ക് പ്രതിഭ കൂടിയോടൊപ്പം കഥകിന് വായിക്കുന്ന ഒരു സക്കീർ ഹുസൈൻ, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി സംഗീതത്തിനൊപ്പം തബല വായിക്കുന്ന ഒരു സക്കീർ ഹുസൈൻ, അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങൾക്കൊപ്പം തബല വായിക്കുന്ന സക്കീർ ഹുസൈൻ, പോപ്പ് സംഗീതത്തിനൊപ്പം തബലയിൽ വിസ്മയം തീർക്കുന്ന സക്കീർ ഹുസൈൻ. അങ്ങനെ സംഗീതത്തിന്റെ സമസ്ത മേഖലകളിലും തബല എന്ന ഉപകരണത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ഒരു നിസ്സാര കാര്യമല്ല. നമുക്കറിയാം, സക്കീർ ഹുസൈൻ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ദൂരദർശനിൽ പ്രശസ്തമായ മിലേഷ് സുർമയുടെ അത്തമാര എന്ന പാട്ടിൽ മഹാനായ അച്ഛനൊപ്പം തബല വായിക്കുന്ന സക്കീർ ഹുസൈന്റെ പ്രസന്ന നിറഞ്ഞ പുഞ്ചിരിച്ചുകൊണ്ട് തബല വായിക്കുന്ന ആ മുഖമാണ്. അസാധ്യമായ വേഗതയിൽ തബല വായിക്കുന്ന ഒരു മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ സക്കീർ ഹുസൈന്റെ തബലയുടെ താളം കേൾക്കുന്നത് പോലെ തന്നെ സുഖകരമാണ്, ആനന്ദകരമാണ് തബല വായിക്കുന്ന തേജസ്സാർന്ന സക്കീർ ഹുസൈന്റെ രൂപങ്ങൾ. മുടിയിഴകളൊക്കെ ആറ്റി ഉലിച്ച് സദസ്സിനോട് സംബന്ധിച്ച് സക്കീർ ഹുസൈൻ തബല വായിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ പെർഫോമൻസിന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ആസ്വാദകരോട് ഇങ്ങനെ സംവദിക്കുന്ന ഒരു കലാകാരൻ. തബലയിൽ അദ്ദേഹം തീർക്കാത്ത ശബ്ദങ്ങളില്ല. അതിൽ മഴ പെയ്ക്കും, ഇടിമിന്നൽ വരും, പ്രളയം വരും, പ്രണയം വരും. അങ്ങനെ സമസ്ത ഭാവങ്ങളിൽ മാവായിക്കാൻ ഈ തബലയ്ക്ക് എങ്ങനെ കഴിയുന്നു എന്ന് നമ്മൾ അത്ഭുതത്തോടെ ആലോചിക്കും. സംസാരിക്കുന്ന തബലയായിരുന്നു സക്കീർ ഹുസൈന്റെ കയ്യിലുണ്ടായിരുന്നു. ആ സംഗീതോപകരണം അതുകൊണ്ട് അദ്ദേഹം ലോകം കീഴടക്കിയ 2016 അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമ അദ്ദേഹത്തെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുക. അങ്ങനെ ഇന്ത്യയിൽ മറ്റൊരു കലാകാരനും അത്തരത്തിലൊരു അവസരം ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. വൈറ്റ് ഹൗസിൽ ചെല്ലുക, ഇന്റർനാഷണൽ ജാസ് ഡേയിൽ അവിടെ പെർഫോമൻസ് അവതരിപ്പിക്കുക, ലോകത്തെ പ്രശസ്തമായ സകല വേദികളിലും ചെല്ലുക, അവിടെ എല്ലാം തന്റെ തബല കൊണ്ട് വിസ്മയം തീർക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമില്ല. ഇന്ത്യയിൽ മുംബൈ പോലൊരു സ്ഥലത്ത് ജനിച്ച് 3-ാമത്തെ വയസ്സിൽ
തബലയുടെ ലോകത്തേക്ക് വന്നത്. 12ാമത്തെ വയസ്സിൽ സോളോ പെർഫോമൻസ് നടത്തിയ ആലോചിക്കണം. 12ാമത്തെ വയസ്സിൽ അദ്ദേഹം ഉസ്താദ് എന്ന പേര് സ്വീകരിക്കുന്നത്. സാധാരണ ഈ തബലയിൽ വിഷയം തീർക്കുന്ന അത്രയ്ക്കധികം പ്രാവീണ്യം തീർക്കുന്ന ഒരാൾക്ക് ചാർത്തി കിട്ടുന്ന പദമാണ് ഉസ്താദ്. ഈ ഉസ്താദ് എന്നുള്ള വിളിപ്പേര്, ഉസ്താദ് എന്നുള്ള വിശേഷണം 12ാമത്തെ വയസ്സിൽ സ്വീകരിക്കുകയാണ്. ഇന്ത്യയിലെ മഹാരാജന്മാരായ കലാകാരന്മാർക്കെല്ലാം വേദി പങ്കിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോയി അമേരിക്കയും യൂറോപ്പും ഒക്കെ കീഴടക്കി ആ ജൈത്രയാത്രയാണ് ഇന്നലെ സാൻ ഫ്രാൻസിസ്കോയിൽ അവസാനിച്ചത്. അതാണ് ലല്ലു. ഒരു കാര്യം കൂടി ലല്ലു പറഞ്ഞ ആ സ്റ്റേജ് പ്രസൻസ് എന്ന് പറയുന്ന കാര്യം, അതിന് പലരും അദ്ദേഹത്തെ അനുകരിക്കാനുള്ള ശ്രമം ഇപ്പോഴും വളർന്നു വരുന്ന കലാകാരന്മാർ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തലയാട്ടും മുടിയിഴകളാട്ടിയുള്ള പെർഫോമൻസും ഇത്രയും ആളുകളുമായി സംവദിച്ചുകൊണ്ടുള്ള സ്റ്റേജ് പെർഫോമൻസ്, അതിൽ ഈ ചടുലമായ താളങ്ങളും സങ്കീർണമായ പാറ്റേണുകളും ഒക്കെ അദ്ദേഹം പ്രയോഗിക്കുമ്പോഴും ഒരു പുഞ്ചിരി എപ്പോഴും നിലനിർത്തുമായിരുന്നു സാക്കിർ ഹുസൈൻ. തീർച്ചയായും അത് നേരത്തെ പലരും പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഈ കൂടുതൽ ഫലമുള്ള ചില്ലയുണ്ട്, മരത്തിന്റെ ചില്ല എപ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കും, അത് ഹൃദയ സ്പർശിക്കുമെന്ന് പറഞ്ഞവരാണ്. ഇത്രയധികം ഉയരത്തിലെത്തിയിട്ടും ഇത്രയധികം പുരസ്കാരങ്ങളും ബഹുമതികളെല്ലാം തേടിയെത്തിയിട്ടും ഇത്രയേറെ ലോക പ്രശസ്തനായിട്ടും അദ്ദേഹം മണ്ണിൽ ചവിട്ടുന്ന കലാകാരനായിരുന്നു. വളരെ സൗമ്യമായ ആളുകളോട് ഇടപെടുന്ന, വളരെ മനോഹരമായ ആളുകളോട് സംസാരിക്കുന്ന, മറ്റ് കലാപ്രകടനങ്ങളെ കാണാനും അവയെ പ്രോത്സാഹിപ്പിക്കാനും സമയം കിട്ടുന്ന. നമുക്കറിയാം, കേരളത്തിലൊക്കെ വരുന്ന സമയത്ത് പലയിടത്തും ഈ മട്ടന്നൂർ ശങ്കരൻ കുട്ടിയുടെ ചിന്തയും സാക്കിർ ഹുസൈന്റെ തവരയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പല തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ പറയാനൊരു എത്രയോ മണിക്കൂറുകൾ നമ്മൾ സ്വയം മറന്നിരുന്ന അതിൽ ലയിക്കുന്ന ഒരു കാരണം രണ്ട് കലാകാരന്മാർ തമ്മിൽ സംസാരിക്കുക, ഒരാൾ ചെണ്ടയിലൂടെയും ഒരാൾ തബലയിലൂടെയും പരസ്പരം സംസാരിക്കുക. ഇപ്പോ എനിക്ക് തോന്നുന്നു ശങ്കർ മഹാദേവൻ ഉൾപ്പെടെയുള്ള ഗായകരുമായി അദ്ദേഹം പലയിടത്തും ആ ഫ്യൂഷൻ സംഗീതം അവതരിപ്പിച്ചു, ബാൻഡുകൾ, അതുപോലെ അങ്ങനെ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള തന്നെ കലാകാരന്മാർ തന്നെ ഒരുപാട് പേർ സാക്ഷികളുമായി വേദി പങ്കിട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളവരും അദ്ദേഹവുമായി വേദി പങ്കിട്ടുള്ള എല്ലാ മനുഷ്യരും പറയുന്നത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ കുറിച്ചാണ്. ഒന്നാലോചിക്കണം, 12ാമത്തെ വയസ്സിൽ പ്രകടനം തുടങ്ങി ഇന്ത്യ ഇനി അദ്ദേഹത്തിന് നൽകാനുള്ള ഭാരതരത്നം എന്ന പുരസ്കാരം മാത്രമാണ്. ബാക്കി പത്മഭൂഷണും പത്മവിഭൂഷണും എല്ലാം നൽകി അദ്ദേഹത്തെ രാജ്യമെന്നേ ആദരിച്ചതാണ്. ആ മനുഷ്യൻ അത് വളരെ സൗമ്യമായി വിനയാന്വിതനായി തന്റെ സംഗീതം തീർത്തുകൊണ്ട് ആളുകളുമായി സംവദിച്ചുകൊണ്ട് അവരുമായി ഇടപെട്ടുകൊണ്ട് നിരന്തരമായ യാത്രകൾ നടത്തി തബലയുടെ താളത്തെ ലോകം മുഴുവൻ എത്തിച്ച ഒരു മനുഷ്യനാണ്. അതൊരു നിസ്സാര കാര്യമല്ല. നമുക്കറിയാം, ഒരു ചെറിയ അവസരങ്ങൾ കിട്ടിയാൽ തന്നെ മതിമറന്നു പോകുന്ന കലാകാരന്മാരുടെ ഒരു നാടാണ്. അവിടെയാണ് ഇത്രയും വർഷം ഒരു മനുഷ്യരെ കൊണ്ടുപോലും മഹത്വം കൽപ്പിക്കാതെ സംഗീതത്തിന്റെ ലോകത്ത് മാത്രം ജീവിച്ച് സംഗീതം കൊണ്ട് മാത്രം ആളുകളെ വിസ്മയിച്ച് പെരുമാറ്റം കൊണ്ട് ആളുകളെ സന്തോഷിപ്പിച്ച് അദ്ദേഹം കടന്നുപോകുന്നു. ഇതാണ് എസ് ലല്ലു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇതിഹാസ തബല വിദ്വാൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ അന്തരിച്ചിരിക്കുന്നു. കുടുംബം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണം. മാന്ത്രിക താളം നിലച്ചിരിക്കുകയാണ്. 3 പത്മ പുരസ്കാരങ്ങളാൽ ആദരിക്കപ്പെട്ട ഹുസൈൻ ഇന്ത്യയുടെ സമ്പന്നമായ സംഗീത പാരമ്പര്യത്തിന്റെ സാക്ഷ്യപത്രമായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. पंजाब की चक्रदार धगधट 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 घिन धगधट गिट घिन धगधट गिट धगधट गिट धगधट कतान धगधट कतान धगधट कतान धा धरगट धगटा धरगटा धरगट धगटा धरगटा धरगट धगटा धरगटा धरगट धगटा धरगट धगटा धरगट धगटा धरगट धगटा धरगट धगटा धरगट धगटा ये एक पल्ला है।
ആ